ഹലോ. 2-3 ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ കുറച്ച് നല്ല വെയിലുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് കുറച്ച് നല്ല വെയിൽ തന്നെയായിരുന്നു. ഇന്നും അതെ, രാവിലെ നല്ല വെയിലുണ്ട്. അപ്പോൾ ചൂടൊക്കെ, അതായത് മഴ മാറി വെയിൽ വന്നപ്പോഴത്തേനും ഇവിടെ ചൂടായിട്ടാ. ചെറിയ ചൂട്, വലിയ ചൂടൊന്നുമല്ല, ഒരു സുഖമുള്ള ചൂടിനല്ല അത്. അപ്പം എൻ്റെ പുറകിൽ കണ്ട ബോഗൻവില്ല. ആ ബോഗൻവില്ലയിൽ തൊട്ടപ്പുറത്ത് കുറേ നമ്മൾ വേലിച്ചെടി പറയും, ഇതിന് അരിപ്പൂവെന്നും പേരുണ്ടെന്ന് തോന്നുന്നു. ആ റെഡ് കളറിൽ നിൽക്കുന്നത്, അതിൽ നിറയെ പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതായത് ആ മഴയൊക്കെ മാറി ഇളം വെയിലിങ്ങനെ വന്നല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നു. നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടാലോ. വെയിലിൻ്റെ നാളം കണ്ട പൂക്കൾക്ക് ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ പൂമ്പാറ്റകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറന്ന് നടക്കുന്നുണ്ട്. ഇതാ അവിടെ, ഇതാണ് നമ്മുടെ ബോഗൻവില്ല. എൻ്റെ പുറകിൽ കണ്ടത് അതിൻ്റെ അടുത്തുള്ള മറ്റേ ചെടി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. അതിലാണ് നിറയെ പൂമ്പാറ്റകൾ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലാണ് തേനുള്ളത്. ബോഗൻവില്ലയിൽ തേനുണ്ടാവില്ലല്ലോ, അപ്പോൾ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഒക്കെ പറന്ന് പോവുകയാണ്, അതുകൊണ്ട് ഇത്ര ദൂരത്തുനിന്ന് എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് വെള്ളപ്പൂമ്പാറ്റ. ഇവിടുത്തെ പൂക്കൾക്കൊക്കെ ഭയങ്കര കളറാണെന്ന് ഞാൻ പറയാറില്ല, എൻ്റെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളറ് കണ്ടോ. നമ്മുടെ അവിടെ എന്തായാലും ഈ കളറ് വരില്ല. ഇതിപ്പോൾ താഴെ നിൽക്കണം, അതുകൊണ്ട് എനിക്ക് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റണേ. അതിൻ്റെ നടുവിലൊരു വെള്ള പൂവും. അപ്പോൾ ഇത് കുറച്ച് നിറയെ ഉണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ, എന്ത് കളറല്ല. എനിക്ക് ഈ കളറൊരു ചുരിദാർ ഉണ്ടായിരുന്നു പണ്ട്, അപ്പോൾ അതൊക്കെ കീറിപ്പോയി. ഇതൊരു പൂമ്പാറ്റയായിട്ട് ഇരിക്കുന്നത്, അതിനെ ഞാൻ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇപ്പം അനങ്ങുന്നില്ല. അല്ലെങ്കിൽ 2 ചിറകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മുണ്ടാതിരിക്കുന്നുണ്ട്. കള്ളം പൂമ്പാറ്റ, കറുത്ത കളറാണ് ഇതിൻ്റെ നിറം. ഈ നടുവിലിരിക്കുന്നത് ഒരു വെള്ളപ്പൂമ്പാറ്റ. അതേ ഇവിടെ പറന്ന് നടക്കുന്നത് കണ്ട. പൂക്കളിൽ നിന്ന് മാറി മാറി, ഓരോ പൂക്കളിൽ നിന്ന് മാറി മാറി ഓരോ പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. പറന്നുപോയി. അത് വേറെ, മറ്റേത് വേറെ. അതാ 1 2 3 എത്ര എണ്ണല്ലേ. പ്രകൃതിയുടെ കാഴ്ച എന്നും മനോഹരമാണല്ലോ അല്ലേ. എനിക്ക് സങ്കടം വരുമ്പോൾ ഒന്നുകിൽ ഇതുപോലെ പൂക്കളുടെ അടുത്ത് അല്ലെങ്കിൽ പ്രകൃതിക്കും ഇങ്ങനെ നോക്കിയിരിക്കും. അതല്ല എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പം എനിക്കിങ്ങനത്തെ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. ടാറ്റാ.